ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇതാ പെരുന്നാൾ ഷോപ്പിംഗ് ആണ് കേട്ടോ. പെരുന്നാൾക്ക് ഇതാ ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് വെന്നൂരുള്ള പത്രാസിലേക്കാണ് കേട്ടോ ഫസ്റ്റ് പോയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടുന്ന് ഇതാ തെന്നലിനായതുകൊണ്ട് ഉമ്മ അതുപോലെ അനിയത്തി ഞങ്ങളെല്ലാവരും കൂടി ആയിരുന്നു കേട്ടോ ഷോപ്പിങ്ങിനായിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ആദ്യം നോക്കുന്നത് ഇതാ അനിയൻക്കൊക്കെ ആയിരുന്നു ഡ്രസ്സ്. അനിയൻക്ക് പപ്പൂസിനൊക്കെ ആയിരുന്നു കിഡ്സിൻ്റെ സെക്ഷനിലാണ് കേട്ടോ പോയിട്ടുള്ളത്. അവർക്കിതാ പാൻറ്റൊക്കെ ആണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ സൈസൊക്കെ ഇതാ അങ്ങനെ നോക്കിയിട്ട് ഇട്ട് നോക്കുന്നതായിരുന്നു. അങ്ങനെ മുകളിൽ നിന്ന് കുട്ടികളുടെയൊക്കെ നോക്കി, പിന്നെ ഒന്നും കുട്ടികളുടെ ഒന്നും സെറ്റ് ആവാതായപ്പോൾ താഴേക്ക് ഇറങ്ങി കേട്ടോ. പിന്നെ വന്നിട്ട് സ്കേർട്ടൊക്കെ നോക്കി, ഇപ്പോൾ സ്കേർട്ടൊക്കെ ആണല്ലോ, അങ്ങനെ അതിലൊക്കെ നോക്കി. അതും നമുക്ക് പറ്റിയ മോഡലൊന്നും ഇല്ലാതായപ്പോൾ പിന്നെ വന്നിട്ട് ഉമ്മാക്ക് പറ്റിയിട്ടുള്ള 3 പീസ് സെറ്റ് ചുരിദാർ സെറ്റിലൊക്കെ നോക്കുന്നതായിരുന്നു. അങ്ങനെ ഇവിടുന്ന് അങ്ങനെ ഉമ്മാക്ക് പറ്റിയിട്ടുള്ള ചുരിദാറൊക്കെ എടുത്ത് പോണ നോക്കും. പിന്നെ വല്യമ്മക്കൊക്കെ ഇതാ വന്നിട്ട് മാക്സി എടുക്കുന്നതാണ്. മാക്സിയിലൊക്കെ ഇതാ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നോക്കി ക്ലോത്തും സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ സെലക്ട് ചെയ്യുന്നതായിരുന്നു. അതുപോലെ ഇതാ വല്യപ്പാക്കുള്ള തുണി കുപ്പായം ഇതൊക്കെ നോക്കിയെടുക്കുന്നതാണ്. വൈറ്റ് മുണ്ടും പിന്നെ വീട്ടിൽ നിന്നിരുന്ന നോർമൽ കള്ളിത്തുണി ബനിയന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതാ നോക്കിയെടുക്കുന്നതാണ്. അങ്ങനെ ചെറിയൊരു പർച്ചേസിങ് ഇതാ ഇവിടുന്ന് കഴിഞ്ഞിട്ടോ. കുറച്ച് പേർക്കൊക്കെ കിട്ടി, കുറച്ച് ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതിൽ. അങ്ങനെ പിന്നെ ഇതാ ബില്ലൊക്കെ പേ ചെയ്തിട്ട് പിന്നെ നമ്മളിതാ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഇനിയിപ്പോൾ അടുത്ത ഷോപ്പിലേക്ക് പോകുന്നതാണ് കേട്ടോ. പിന്നെ അവിടെ നിന്നാണെങ്കിലും ഇതാ കുട്ടികൾക്കൊന്നും സെറ്റായി കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കുട്ടികളുടെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതൊക്കെ നോക്കിയാൽ മതി എന്ന് കരുതിയിട്ട് നേരെ ഇതാ കിഡ്സിൻ്റെ ഷോപ്പിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. ഇവിടുന്ന് പിന്നെ എന്തായാലും കിട്ടാതിരിക്കില്ലല്ലോ ഓർക്കുള്ളത്. അങ്ങനെ കുറച്ച് നേരത്തെ ഷോപ്പിങ്ങിന് ശേഷം ഇതാ 3 ആൾക്കും കിട്ടിയിട്ടോ ഡ്രസ്സ്. അനുവിനും പിന്നെ ഹൈക്കും പപ്പൂസിനും വീഡിയോസ് എടുത്താണ് ഇങ്ങനെ ഷോപ്പിംഗ് എങ്കിലും എല്ലാം കൂടി ആകുമ്പോൾ ടൈം ലേറ്റ് ആവാണ്, അല്ലെങ്കിൽ ഇതാ വാങ്ങി കൊടുക്കാനുള്ള ടൈമായി തുടങ്ങിട്ടോ. അപ്പോൾ പിന്നെ ഇവിടുന്ന് ഇതാ കുറച്ചൊക്കെ വീഡിയോസ് എടുത്തു. പിന്നെ നേരത്തെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. നേരത്തെ പിന്നെ വീട്ടിലേക്ക് പോയി. വാങ്ങി കൊടുക്കാൻ ഒരു 5 മിനിറ്റേ ബാക്കിയുള്ളായിരുന്നു കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു 3 മണിക്കായിരുന്നു. പിന്നെ ഷോപ്പിങ്ങിന് ഇറങ്ങിയാൽ എന്തായാലും ലേറ്റ് ആവുമല്ലോ, എന്നാലും നമ്മൾ അപേക്ഷിച്ച് നേരത്തെ തന്നെ ആണ്ടോ എത്തിയിട്ടുള്ളത്. പിന്നെ അപ്പോൾ വരുമ്പോൾ പൊരിക്കടി ഇതൊക്കെ വാങ്ങിയിട്ടായിരുന്നു വന്നിട്ടുള്ളത്. സമോസയും മുട്ടബജും പഴംപൊരിയൊക്കെ വാങ്ങിയിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട് നോമ്പൊക്കെ തുറന്നു. വെള്ളിപ്പാക്കൊണ്ടേ കൊടുക്കാം. പിന്നെ നോമ്പർക്കലൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയി ഇരിക്കുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഡ്രസ്സും ഇതൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുന്നതാണ്. വെള്ളിമാക്കും വെള്ളിപ്പാക്കൊക്കെ ഇങ്ങനെ ഓരോ ഡ്രസ്സും ഇതൊക്കെ എടുത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. വെള്ളിമാക്കൊണ്ടേ കൊടുത്തു, വെള്ളിമാക്കൊണ്ടേ കൊടുത്താ വെള്ളിമോടാ, വെല്ലിമാകൊണ്ടേ കൊടുക്കേ വെല്ലിമാക്ക് കൊണ്ടേ കൊടുക്കേ മേടിച്ചോളി വെല്ലിമാക്കണേ എന്നാ കൊടുക്ക്. വെല്ലിപ്പാ കൊണ്ടേ കൊടുക്കുമ്പോളേ വാ, വെല്ലിപ്പാ കൊടുക്കാം നോക്കാം. വാ വാ കുഞ്ഞാ. അങ്ങനെ വെല്ലിപ്പാക്കും വെല്ലിമാക്കും ഇതാ ചെറിയൊരു ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചതായിരുന്നു. വെല്ലിമാക്ക് ഇതാ പെരുന്നാൾക്ക് കുളിച്ചിടാൻ പറ്റിയൊരു മാക്സിയും വെല്ലിപ്പാക്കാണെങ്കിൽ ഇതാ ഒരു ബനിയനും കള്ളിമുണ്ടും ഉണ്ടോ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ സോയ കൊടുക്കുന്ന കണ്ടപ്പോൾ ഇതാ അനിയനക്ക് അതേപോലെ ഉമ്മ വാങ്ങിച്ചിട്ടുള്ള വൈറ്റ് മുണ്ടും അതുപോലെ ഷർട്ട് ശീലൊക്കെ ഇതാ ഓന് കൊണ്ടുപോയി കൊടുക്കുന്നതാണ് കേട്ടോ. ഏതായാലും മാഷാഅല്ലാഹ് രണ്ടാൾക്കും ഇഷ്ടമായിക്കണം കേട്ടോ, സന്തോഷമായിക്കണം. അപ്പോൾ നമുക്കും സന്തോഷമായി. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ വെല്ലിപ്പാക്കാണെങ്കിൽ ഇങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കുന്നത് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ, അത്ര ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കാണാതെ ചെറുതായിട്ടൊന്നും എടുത്തതേ ഉള്ളൂ വീഡിയോസ്. പിന്നെ പിറ്റേ ദിവസം കൊണ്ടുവരുന്ന ഉമ്മയും ഉപ്പയും കുഞ്ഞോളും കൂടി വന്നിരുന്നു കേട്ടോ ഡ്രസ്സ് എടുക്കാൻ പോകാനായിട്ട്. ഇതിപ്പോൾ കുട്ടികൾക്ക് മാത്രമേ ഞാൻ കഴിഞ്ഞ ദിവസം ഡ്രസ്സ് എടുത്തിട്ടുള്ളായിരുന്നു, എനിക്കുള്ളത് കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ അവരെ കൂടെ പോകുന്നതാണ് കേട്ടോ. പിന്നെ അനിയത്തിക്കാണെങ്കിലും ഓള് സ്കേർട്ട് എടുത്ത് അതിക്കുള്ള ടോപ്പൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഓളും പോരുന്നതാണ്. അപ്പോൾ ഞങ്ങളിത് ചെമ്മാട്ട് കണ്ടോ നേരെ പോകുന്നത്.
ഇവിടെയാണല്ലോ ഇത് ഒരുപാട് ഷോപ്പുകളുണ്ടായിരുന്നു. മെയിനായിട്ട് ഇത് കോഴിക്കോട് റോഡിൻ്റെ ഒരു ഭാഗത്തായിട്ട് വെസ്റ്റേൺ വെയറൊക്കെ കിട്ടുന്ന ഒത്തിരി ഷോപ്പുകളുണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ ഷോപ്പിൽ ഞങ്ങളിങ്ങനെ കയറലും പിന്നെ നമുക്ക് പറ്റാതാവുമ്പോൾ അടുത്ത ഷോപ്പിൽ കയറലും ഇതന്നെ ആയിരുന്നു കേട്ടോ പരിപാടി. അപ്പം നേരത്തെ തന്നെ ഇറങ്ങി കേട്ടോ, രാവിലെ തന്നെ പോകുന്നതിന് എന്നാൽ പിന്നെ അത്ര തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വെച്ചിട്ട് ഒരു 9:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഷോപ്പൊക്കെ ഏകദേശം തുറക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ഞങ്ങളിവിടെ ഷോപ്പിലെത്തിക്കണ്. പിന്നെ ഫസ്റ്റ് പോയിട്ടുള്ളത് പേൾ വൈറ്റിലായിരുന്നു. ഞാനാണല്ലോ ഈ ഒരു പെരുന്നാൾക്ക് ഡെനിം സ്കേർട്ടിലാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ അതിക്ക് മാച്ച് ചെയ്തിട്ടുള്ള ടോപ്പും ഒക്കെ ഇങ്ങനെ മാച്ച് ചെയ്തിട്ട് സെറ്റ് ചെയ്തിങ്ങനെ നോക്കുന്നതായിരുന്നു. പിന്നെ അനിയത്തിയാണെങ്കിൽ ഇതാ ഓൾക്കുള്ള ടോപ്പുകൾ എടുക്കുന്ന തിരക്കിലായിരുന്നു. കുഞ്ഞോൾക്കുള്ളത് അവിടെ അപ്പുറത്ത് എടുക്കുന്നുണ്ടായിരുന്നു. ഉമ്മ ഇതാ പിന്നെ ചുരിദാറിൻ്റെ സെക്ഷനിലുണ്ടായിരുന്നു. ഉമ്മയും ഉപ്പയും കൂടി ഇങ്ങനെ മക്കളിങ്ങനെ സെലക്ട് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ ഓരോരോ ടോപ്പ് എടുത്തിട്ട് ഇങ്ങനെ അതിക്ക് മാച്ച് ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. പിന്നെ ട്രയൽ ചെയ്ത് നോക്കി അങ്ങനെയൊക്കെ. പിന്നെ ഒരുപാട് ഷോളിൻ്റെ കളക്ഷൻസും ഉണ്ടായിരുന്നു, പല ഷെയ്ഡിലും കേട്ടോ. പേസ്റ്റൽ കളറിലൊക്കെ വരുന്ന ഒത്തിരി ഷോൾ കളക്ഷൻസും ഈ ഒരു പേൾ വൈറ്റിലുണ്ടായിരുന്നു. പിന്നെ ഇത് അടുത്ത ഷോപ്പിലാണ് കേട്ടോ പോയിട്ടുള്ളത്. അവിടുന്ന് എനിക്കുള്ള ടോപ്പൊക്കെ കിട്ടി. പിന്നെ അനിയത്തിക്ക് കൂടാതെ തൊട്ടപ്പുറത്തുള്ള ഷോപ്പിൽ വന്നതാണ്. ഷോപ്പിൻ്റെ പേരെന്താണെന്ന് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ പിന്നെ അവിടുന്ന് ഓൾക്കും ടോപ്പ് കിട്ടിയിട്ടാണ്. പിന്നെ ഇനിയിപ്പോൾ അടുത്ത ഇതാ നമ്മൾ കാച്ചിൽ പോകുന്നതാണ് കേട്ടോ. എനിക്ക് ഡെനിമ സ്കേർട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം സ്കേർട്ട് അപ്പുറത്ത് നോക്കി വെച്ചിരിക്കുന്ന, പക്ഷേ അത് അത്ര ഒരു സുഖം തോന്നിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച പോലത്തെ ഒരു സ്കേർട്ടും കിട്ടി സാറിൻ്റെ. പിന്നെ ഒരുപാട് ഷർട്ടിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ ഒരു മോഡലായിട്ടുള്ള ലൈൻസൊക്കെ വരുന്ന. പിന്നെ അത് ഞാൻ നോക്കിയതേ ഉള്ളൂ, എടുത്തിട്ടില്ലായിരുന്നു. ഞാൻ ഓൾറെഡി എനിക്കിഷ്ടമാണ് ഈ ഒരു ലൈൻസ് വരുന്നത്. അപ്പോൾ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ അത് എടുത്തിട്ടില്ല, ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തിട്ടില്ല. അങ്ങനെ പിന്നെ അവിടെ നിന്ന് എൻ്റെ സ്കേർട്ടും എടുത്തിട്ട് പിന്നെ പോന്നു കേട്ടോ. എല്ലായിടത്തും ഓരോരോ സെപ്പറേറ്റ് ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. പിന്നെ നല്ലൊരു കിഡ്സിൻ്റെ ഷോപ്പ് കണ്ടപ്പോൾ ഡിസ്പ്ലേ ഒക്കെ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ അവിടെ പോയി. അപ്പോൾ കുട്ടികൾ കൂടെ ഇല്ലല്ലോ, അപ്പോൾ ഒരിക്കലതൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ. നമ്മൾ നേരത്തെ എടുത്തതാണല്ലോ, അപ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു എന്ന് തോന്നി. അത്രയ്ക്ക് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളില്ലാതെ അവർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും സെറ്റ് ആവില്ല. അപ്പോൾ പിന്നെ അത് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഞാനും കുഞ്ഞോളും കൂടിയായിരുന്നു. കുഞ്ഞോൾക്കും നല്ല ഇഷ്ടമായിരിക്കണം, റിയമോൾക്കും ഒക്കെ പറ്റിയിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടായപ്പോൾ. അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ ഏതായാലും കുട്ടികളില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ നേരെ പോകാൻ നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉള്ളതുമായി ഉമ്മാക്ക് എടുത്തു, ചുരിദാറെടുത്ത്, പിന്നെ കുഞ്ഞോളെടുത്ത്, ഞാനെടുത്ത്, അനിയത്തിക്കും കിട്ടിട്ടോ. വിചാരിച്ച എല്ലാതും കിട്ടിക്കണ്. നേരത്തേനെ വന്നതുകൊണ്ട് നേരത്തെ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് നേരെ വീട്ടിലും എത്തി. അപ്പം ഞങ്ങളത് പെരുന്നാൾ ഷോപ്പിംഗ് ഒക്കെ ഇങ്ങനെ ആയിരുന്നു. വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇനിയിപ്പോൾ പെരുന്നാൾ ഡ്രസ്സൊക്കെ പെരുന്നാൾ വ്ളോഗിൽ കാണാം. പിന്നെ ഇനി അതിൻ്റെ ഇടയിലുള്ള കുട്ടി ഷോപ്പിംഗ് ഒക്കെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ, അസ്സലാമു അലൈക്കും.